ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് ആത്മഹത്യ ചെയ്ത വിമുക്ത ഭടന്റെ മൃതദേഹം കാണാനെത്തിയ രാഹുൽ ഗാന്ധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണോ രാഹുൽ ഗാന്ധി? വിട്ടയച്ചോ? മറ്റു വിവരങ്ങൾ? അഞ്ജു, ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് 1.5 വർഷത്തിലധികമായി ദില്ലി ജന്തർ മന്ദിറിൽ വിമുക്ത ഭടന്മാർ സമരം നടത്തി വരികയാണ്. അതിനിടെയാണ് ഒരു വിമുക്ത ഭടൻ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത്. ഈ ആത്മഹത്യ ചെയ്ത റാം കിഷോർ ഗ്രോവർ എന്ന വിമുക്ത ഭടന്റെ മൃതദേഹം കാണാനായി ദില്ലി RML ഹോസ്റ്റലിലെത്തിയ രാഹുൽ ഗാന്ധിയെയാണ് പോലീസ് തടഞ്ഞത്. ഇത് മാത്രമല്ല, അല്പസമയം രാഹുൽ ഗാന്ധിയും പോലീസുകാരും തമ്മിൽ വാക്തർക്കം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം രാഹുൽ ഗാന്ധിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഏതാണ്ട് അരമണിക്കൂർ നേരം പോലീസ് കസ്റ്റഡിയിലായിരുന്നു രാഹുൽ ഗാന്ധി. ഏതായാലും ജനാധിപത്യം രാജ്യത്ത് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്, മോഡി രാജാണ് നടപ്പാക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. അതേസമയം തന്നെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും പോലീസ് തടഞ്ഞു വെച്ചു. ഒരാളെയും ആശുപത്രിക്ക് അകത്ത് കയറ്റാൻ പോലീസ് അനുവദിച്ചില്ല. ഏതായാലും ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. അഞ്ജു, ശരി, വിവരങ്ങളാണ് എം സന്തോഷ് നൽകിയത്.